ഉറങ്ങി എണീക്കുമ്പോൾ ബെഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലോ ഒക്കെ എന്താണ് ശുക്ലം പോയിട്ട് അങ്ങനെ സ്ഖലനം നടക്കുന്നവരാണോ നിങ്ങൾ? രാത്രിയിലൊക്കെ സ്ഖലനം നടക്കുന്നവരാണോ? നൈറ്റ് ഫോൾ അല്ലെങ്കിൽ എന്താ പറയുക സ്വപ്നസ്ഖലനം ഉള്ളവരാണോ നിങ്ങൾ? സ്വപ്നസ്ഖലനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ സ്ത്രീകൾക്കും ഉണ്ടാവും കേട്ടോ, പുരുഷനും സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടോ. ഒരു നാച്ചുറൽ ഫിനോമിനയാണ്, നോർമലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതൊരു ഫ്രീക്വൻ്റായിട്ട് സംഭവിക്കുമ്പോൾ നമുക്കതൊരു എന്താണ്, അയ്യോ ഇത് വേണ്ടായിരുന്നു ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളൂ. എങ്ങനെ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? പുരുഷ ഹോർമോൺസിൻ്റെ ചേഞ്ചസുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണമാണ്. നിങ്ങൾ ഉറക്കത്തിൽ ഇങ്ങനെ ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉത്തേജനം തരുന്ന ലെവലിൽ തിരിമുറിച്ചുണ്ടാക്കുന്ന ലെവലിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ കിടന്നിട്ടുള്ളവരാണെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉള്ളവർക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അമിതമായിട്ട് സ്വയംഭോഗം ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ മൂത്രം ഒഴിക്കാണ്ട് ബ്ലാഡർ ഫുള്ളാക്കിയിട്ട് കിടന്നിട്ടുള്ളവരാണെങ്കിൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ പെൽവിക് മസിലൊക്കെ വീക്കായിട്ടുള്ളവർക്കും ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ആകുന്നത് എന്താണ്, ഒരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സാണ്. വളരെ നാച്ചുറലാണ് ഇങ്ങനെ പോകുന്നത്. ഇത് നിങ്ങൾക്കൊരു രോഗമോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്കൊരു പ്രശ്നമോ ഒന്നുമല്ല. പക്ഷെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചില ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഹോർമോൺസിൻ്റെ ഈ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉള്ളവർക്കൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നിർത്താനുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഹെൽത്തി ആയിട്ട് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു ദിവസം തന്നെ 8ഉം 10ഉം തവണയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അൺഹെൽത്തി ആയിട്ട് ചെയ്യുന്നവർക്ക് ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വയംഭോഗം ചെയ്യണമെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒക്കെ നിങ്ങൾ ഇങ്ങനെ സ്വയംഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ശുക്ലം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉറക്കത്തിൽ പോകാനുള്ള ചാൻസ് കുറയും. അത് മാത്രമല്ല, നെല്ലിക്ക ജ്യൂസ് കുടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവാനുള്ള ചാൻസ് കുറയും. അതുമാത്രമല്ല, നിങ്ങൾ നമ്മുടെ ഉലുവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ രാത്രിയിലത്തെ സാലഡിൽ ഒരു 3-4 പച്ച വെളുത്തുള്ളി അരിഞ്ഞേർത്തോ അതുപോലെ സവോളയും ഒക്കെ അരിഞ്ഞേർത്ത് സാലഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടാകാനുള്ള ചാൻസ് കുറയും. അതുപോലെ നമ്മൾ തൈര് തിന്നുന്നതും ഇത് കുറയാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ചില ഹെർബ്സുകൾ, അശ്വഗന്ധ, സേഫ് മുസ്ലി, ശിലാജിത്ത് ഇതുപോലെയുള്ള ഹെർബ്സൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാകുന്ന നിങ്ങളുടെ സ്വപ്നസ്ഖലനമൊക്കെ കുറയ്ക്കാനുള്ള കാരണമാകും. പിന്നെ ഈ സ്വപ്നസ്ഖലനം എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി അല്ല കേട്ടോ. നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഹെൽത്തി ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെങ്കിലുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ലം പോകുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ട്രെസ്സും കൊണ്ടൊക്കെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് സ്വപ്നസ്ഖലനം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ലൈംഗികത്തിൽ ഏർപ്പെടുവാണെങ്കിലും വളരെ പെട്ടെന്ന് ശുക്ലം പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ പെട്ടെന്ന് ശുക്ലം പോകുന്നവരുണ്ട്. അതുപോലെ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള പെട്ടെന്ന് ശുക്ലം പോകുന്നവർക്കോട്ട് ഒരു നല്ലൊരു റെമഡിയാണ് മാൻഷുറിൻ്റെ പ്രൊലോങ് സപ്പ്. ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള വെൽബീങ്ങിന് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും സ്ട്രെസ് കൊണ്ടൊക്കെ ഉള്ള എന്താണ് പെട്ടെന്നുണ്ടാകുന്ന ശുക്ലമൊക്കെ പോകുന്നതൊക്കെ നിൽക്കാനൊക്കെ ഇതുകൊണ്ട് ഇതിലൊരു ഹോണി കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെർബ്സ് ഉണ്ട്. അത് നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ എനർജിയൊക്കെ കൂട്ടാൻ, സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാനും അതിലൂടെ കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ജിൻസൊക്കെ നിങ്ങളുടെ എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്യാനും ശീതസ്ഖലനമൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആങ്സൈറ്റി, സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന തന്മക്കാണ് നിങ്ങളുടെ ശുക്ലത്തിൻ്റെ കട്ടിയും അതുപോലെ ശുക്ലം ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ISO GM/FSSAI സർട്ടിഫൈഡുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 100% നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുക്കുക. അതിലൂടെ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ടിപ്പ്. ബൈ.